കഴിഞ്ഞ 10-40 വർഷമായിട്ട് മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറുകളായി വിളങ്ങി നിൽക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലുമാണ്. അതിനുശേഷം മറ്റുള്ള പേരുകൾ പറയുന്നുണ്ടെങ്കിലും ആ സൂപ്പർ നിലവാരത്തിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ വളരെ പ്രമുഖനായൊരു നടൻ പറയുന്നു, മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ മമ്മൂട്ടിയും മോഹൻലാലുമല്ല, പുതിയ ഒരാളാണ്. ആ ആളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വലിയ നടനാണ്, എല്ലാവരും സൂപ്പർ സ്റ്റാറാണ്, എനിക്ക് മീതെ വേറെ ആരുമില്ല എന്നൊക്കെ തന്നെയാണ് ഏത് മരമണ്ടനും അഭിനയം അറിയാത്തവനും വിചാരിക്കുന്നത്. അക്ഷരം എഴുതാത്ത അറിയാത്ത പോലും വലിയ ജ്ഞാനപീഠം അവാർഡ് കിട്ടണേ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം എല്ലാ രംഗത്തുമുണ്ട്. രാഷ്ട്രീയത്തിൽ സത്യസന്ധയില്ലാത്തവരാണ് പലരും വലിയ വലിയ ഗാന്ധിജിയാവാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ എല്ലാ രംഗത്തുമുണ്ട്. ഞാൻ ഈ ഞാൻ പ്രയോഗത്തിന് ചിലപ്പോഴും ചില പരിഹാസങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ മലയാള സിനിമയെ നമ്മൾ എടുത്തു നോക്കി, ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല, ഇച്ചിരി കൂടി പുറകിലോട്ട് പോയി നോക്കുമ്പോൾ നല്ല നടന്മാരായിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ. മലയാള സിനിമയുടെ ഒരു വസന്തകാലം എന്ന് പറഞ്ഞാൽ 1985 പുറകിലോട്ട് പോകുന്നൊരു കാലഘട്ടമാണെന്നാലൊക്കെ ശരി. ശരിക്കൊരു വസന്തകാലം അങ്ങനെയാണിത്. നടന്മാരുടെ കാര്യത്തിൽ, നടികളുടെ കാര്യത്തിൽ, നിർമ്മാതാക്കളുടെ കാര്യത്തിൽ, സംവിധായകരുടെ കാര്യത്തിൽ, കഥയുടെ കണ്ടന്റ് തീരുമാനിക്കുന്ന കാര്യത്തിൽ, അങ്ങനെ പല വിധത്തിലുള്ള കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഒക്കെ എത്രയോ വർഷങ്ങൾ പുറകിട്ട് പോകുമ്പോൾ നോക്കുമ്പോഴാണ് മുത്തുകളും പവഴങ്ങളും എല്ലാം എടുക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയുമെന്ന് ആലോചിക്കണം. അന്ന് ഒരു ആശങ്കയും മലയാള സിനിമയിലുണ്ട്. അന്നുണ്ടായിരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനാണ് വലിയവൻ, ഈ വലിയവനാണ് എന്ന് വിചാരിക്കുന്നവൻ മോശക്കാരല്ല. ഉദാഹരണമായിട്ട് നമുക്ക് അടൂർ ബാസി എന്ന നടനെ കുറിച്ച് എടുക്കാം. അടൂർ ബാസി സർവകലാ വല്ലഭനാണെന്ന് ആലോചിക്കണം. ആ അടൂർ ബാസിയുടെ അച്ഛൻ്റെ അച്ഛനൊക്കെ സാഹിത്യ രംഗത്ത് വിരാജിച്ചിരുന്ന ആളാണെന്ന് ആലോചിക്കണം. അടൂർ ബാസിയും എഴുതുമായിരുന്നു. നല്ല ഹ്യൂമർ സെൻസ് ഉള്ള നടൻ, ഓൺ ദ സ്പോട്ടിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന നടൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പിശുക്കൻ എന്നുള്ള പേരാണുള്ളത്. അതായത് പിശുക്കൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് ഷൂട്ടിങ് തിരക്കാണ് കേട്ടോ. ഇതിന് വിശ്രമം എന്ന് പറഞ്ഞത് അടൂർ ബാസിക്ക് ഇല്ല. നമ്മൾ ചില സിനിമകളിൽ അങ്ങനെ വഷളം കോമഡി ആണല്ലോ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അഭിനയം എന്താണ് അദ്ദേഹത്തിന് അറിയാം. ആ സിനിമയ്ക്ക് വേണ്ടി സംവിധായകൻ പറയുന്ന അനുസരിച്ചിട്ടാണ് അവർ അഭിനയിക്കുന്ന ആലക്കണം. ആ പിശുക്കൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്തിരി നേരത്തെ പുറപ്പെട്ടു വെച്ചാലും വീട്ടിൽ നിന്ന് അദ്ദേഹം ആഹാരം കഴിക്കില്ല. വന്നു കഴിഞ്ഞാലോ, ഇതൊക്കെ നേരിട്ട് കണ്ട കാര്യമാണ്. വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എന്തോ കൊണ്ടുവച്ചാലും അത് കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചങ്ങോട്ട് പോകേണ്ടി വന്നാൽ ഇത് ആരെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അതിൽ പതുക്കെ തുപ്പി വയ്ക്കും. തുപ്പി വെച്ചാൽ പിന്നെ വേറെ ആരും കഴിക്കില്ലല്ലോ. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ, കുസൃതികളൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള അടൂർ ബാസി മറ്റുള്ളവരെ പരിഹസിക്കുന്ന രീതിയിൽ, അതായത് കുത്തി നോവിക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിലാണത്. അന്ന് പ്രേം നസീറിൻ്റെ യുഗം തന്നെയായിരുന്നു. പ്രേം നസീർ, അടൂർ ബാസി ഇല്ലാത്ത സിനിമകൾ കുറവായിരുന്നു. അപ്പം ഞങ്ങൾ മദ്രാസിൽ ചെല്ലുന്ന കാലഘട്ടത്തിൽ ആദ്യം നസീർ സാറിനെയാണ് വിളിക്കാറ് പതിവ്. വേറൊന്നുമല്ല, അദ്ദേഹത്തിന് നമ്മൾ ചില ഐശ്വര്യം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറേ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടും. അത് രഹസ്യമായിട്ടുള്ള ചില ധാരണയാണെന്നായിരിക്കും. അത് കിട്ടിയിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ അത്തവണ ചെന്നപ്പോൾ അടൂർ ബാസി ലൊക്കേഷനിലിരിക്കുകയാണ്. ലൊക്കേഷനിൽ മമ്മൂട്ടിയുണ്ട്. അങ്ങനെ മറ്റു പല പ്രധാന നടന്മാരും അഭിനയിക്കേണ്ട ഒരു സിനിമയാണ്. അടൂർ ബാസി നേരത്തെ വന്നിരിക്കുന്നു. നേരത്തെ വന്ന് ഉച്ചയ്ക്ക്, അതായത് ഒരു 11 മണിക്ക് ശേഷമാണ് അദ്ദേഹം വരേണ്ടത്. പക്ഷേ നേരത്തെ വന്നിരിക്കുന്നു. നേരത്തെ വന്നാലേ ബ്രേക്ക്ഫാസ്റ്റും അവിടെ നിന്ന് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അത്രയും പിശുക്കനാണെന്ന് ആലോചിക്കണം. അങ്ങനെ പിശുക്കനായ അടൂർ ബാസി നിങ്ങളിപ്പോൾ നസീർ സാറിനെ കണ്ടിട്ടില്ലേ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നസീർ സാറിനെ കണ്ടില്ല, മനഃപൂർവ്വം പറഞ്ഞതാണ് കേട്ടോ. കാരണം നമുക്കറിയാം ഇയാൾ കൊത്തും എന്നറിയാം. അത് ശരിയായില്ല കേട്ടോ. നിങ്ങളെപ്പോഴും നസീറിൻ്റെ അവിടെ പോവാറ് പതിവ്. നസീറിൻ്റെ പടങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇപ്പം അദ്ദേഹത്തെ തഴയണത് ശരിയല്ല കേട്ടോ. ഞാൻ തിരക്കിലാണെങ്കിൽ എന്നെ എപ്പോൾ വേണേൽ കാണുകയാണല്ലോ എന്നൊരു കുത്തി നോവിക്കുന്ന സംഭവം പറഞ്ഞു. അപ്പോൾ അത് കണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ കൃഷ്ണൻകുട്ടി പറഞ്ഞു, ബാസി സാറേ, ഞങ്ങൾ നസീർ സാറിനെ കണ്ടിട്ടാണ് വരുന്നത്, അദ്ദേഹം നിങ്ങളെ പറ്റിച്ചത്. ഓഹോ, എന്നെ പറ്റിച്ചതാണോ? ആ സാരില്ല, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എന്നെയല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. എങ്ങനെയുള്ള സ്വഭാവമാണ് അടൂർ ബാസി. അപ്പോൾ അടൂർ ബാസി പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തായാലും നിങ്ങൾ എഴുതാൻ പോവാണ്, എന്നാൽ പിന്നെ ഇത് എഴുതിക്കോ,
മമ്മൂട്ടിയും മോഹൻലാലും അല്ല മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞ് സംസാരിച്ച പകരം ആര്? നിങ്ങൾ പകരം ഒരു അരമണിക്കൂർ കഴിയട്ടെ ആ സൂപ്പർ സ്റ്റാർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ആളെ പറയുന്നില്ല. ഇപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു, കാരണം അപ്പോൾ ഈ ഇത്രയും ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും വിട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന ഒരാൾ ആരാണ്? അടൂർ ബാസി നല്ല നടനാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, മിടുക്കനാണ്, അദ്ദേഹം അങ്ങനെ സ്വയം സൂപ്പർ സ്റ്റാർ എന്ന് പറയില്ല. പിന്നെ മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു തിക്കുറിശ്ശി ചേട്ടനെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ. സർവ്വകലാവല്ലഭനായിരുന്നില്ലേ? മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ തിക്കുറിശ്ശി സുകുമാരൻ നായർ എന്നാണ് ഞാൻ അടക്കമുള്ള പറയാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ട ആവശ്യം പിന്നെ ആരായിരിക്കും? കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി വരുന്നു. മമ്മൂട്ടി കണ്ടപ്പോഴോ ഇദ്ദേഹം കവാത്ത് മാറ്റൂ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, ആ സൂപ്പർ സ്റ്റാർ, മലയാള സിനിമയിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി. ഇതെന്താപ്പോൾ ഇങ്ങനെ പറഞ്ഞു വായെടുത്തില്ല, മമ്മൂട്ടി മോഹൻലാലും സൂപ്പർ സ്റ്റാർ അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനെ പറഞ്ഞു, ബാസിയേട്ടാ അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇപ്പോൾ തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞല്ലേ മമ്മൂട്ടിയും മോഹൻലാലും അല്ല മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞു, വാ അടച്ചില്ലല്ലോ എന്ന് പറയണത്. അപ്പോൾ മമ്മൂട്ടി പറയുന്നത് അറിയാം, കള്ളം വാ തുറന്നാലല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ, പറഞ്ഞോട്ടെ എനിക്കൊരു പ്രയാസവുമില്ല, ബാസിച്ചേട്ടനല്ലേ, ബാസിച്ചേട്ടൻ ഇതിലപ്പുറവും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ബാസി ഞങ്ങളെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ശരി തന്നെയാണ് മമ്മൂട്ടി, മലയാള സിനിമയിൽ ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ല സൂപ്പർ സ്റ്റാറുകളെന്ന് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. വേറൊരാൾ ഇപ്പോൾ വരും. അപ്പോൾ മമ്മൂട്ടി ചോദിക്കുന്നുണ്ട്, അതാരാണ് ബാസിച്ചേട്ടൻ ഇപ്പോൾ പുതിയൊരു സൂപ്പർ സ്റ്റാർ നമ്മൾ അറിയാത്ത? വെയിറ്റ്, നിങ്ങൾ കാണാൻ നിങ്ങൾക്കിപ്പോൾ ഞാനെന്തായാലും പറഞ്ഞു പോയില്ലേ. ഞാൻ പറഞ്ഞത് അസൂയ കൊണ്ടല്ല, കുശുമ്പ് കൊണ്ടല്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. ആരാണെന്ന് ഞങ്ങളും ആലോചിച്ചു, മമ്മൂട്ടിയും പരസ്യം നോക്കിയത് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അതിനിടയിൽ ഞങ്ങളെല്ലാവരും വിഡ്ഢികളാക്കുന്ന ഭാവത്തിൽ അടൂർ ബാസി എന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ സംവിധാനം ചോദിച്ചു, അല്ല ആരാണ് പുതിയ സൂപ്പർ സ്റ്റാർ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ബാസി ചേട്ടൻ സംവിധാനം കണ്ണിറുക്കി കാണിച്ചു, ഇപ്പം പറയല്ലേ എന്നുള്ളത്. വേണ്ട. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ ബാസി ചേട്ടൻ പറഞ്ഞ പോലെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്നു. കാറ് വന്ന് നിൽക്കുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്, കാറിനെ പൊതിഞ്ഞ് നിൽക്കുകയാണത്. അപ്പോൾ മമ്മൂട്ടി ഇതാരാണ് ഈ പുതിയ സൂപ്പർ സ്റ്റാർ? ആ ബാസി ചേട്ടൻ തമാശ പറഞ്ഞല്ലേ? അപ്പോൾ ബാസി പറഞ്ഞു, ഞാൻ തമാശ പറയില്ല എന്നറിയാലോ, ഞാൻ തമാശ അഭിനയിക്കുക ചെയ്യുള്ളൂ, ജീവിതത്തിൽ ഞാൻ ഗൗരവമായ കാര്യങ്ങളെ പറയുള്ളൂ. ഇപ്പോൾ മനസ്സിലായില്ലേ? ആ കാറ് വന്ന് കണ്ടപ്പോൾ തന്നെ ജനത്തിന് മനസ്സിലായി പുതിയ സൂപ്പർ സ്റ്റാറാണ് വന്നിരിക്കുന്നുള്ളത്. നമുക്ക് കാണാൻ പറ്റുന്നല്ലോ, കാറിനെ പൊതിഞ്ഞു നിൽക്കുകയല്ലേ. കാറിൽ നിന്ന് ആ സൂപ്പർ സ്റ്റാറിന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇനി സൂപ്പർ സ്റ്റാർ ആണോ വന്ന് പുതിയ നായിക നടിയാണോ ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ മാറ്റി ആൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കാറിൽ നിന്ന് ബേബി ശാലിനി ഇറങ്ങി വരുന്നു. ആ ഇവിടെ കയ്യടിക്കുകയാണ് ഈ അടൂർ ബാസി, നമ്മുടെ സൂപ്പർ സ്റ്റാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മമ്മൂട്ടിയോട് ചോദിച്ചു, ബാസി ചോദിച്ചു, എങ്ങനെയുണ്ട് മമ്മൂട്ടി ഞാൻ പറഞ്ഞത്? മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ബേബി ശാലിനി അല്ലേ? മമ്മൂട്ടിക്കും മോഹൻലാലും ഇല്ലാത്ത പ്രാധാന്യമല്ലേ ബേബി ശാലിനിക്കുള്ളത്? തിയേറ്ററിൽ ആളെ കൂട്ടണമെങ്കിൽ ഇളക്കി മറിക്കണമെങ്കിൽ ബേബി ശാലിനി വേണ്ടേ? ബേബി ശാലിനിക്ക് വേണ്ടിയല്ലേ നിങ്ങളും ഞാനുമൊക്കെ മണിക്കൂറുകളോളം ലൊക്കേഷനിൽ കാത്തിരിക്കുന്നത്? നിങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ആ കുട്ടി വാങ്ങുന്നില്ലേ? ഉദ്ഘാടനത്തിന് പോയാൽ പ്രതിഫലം വലുതായിട്ട് വാങ്ങുന്നു. ഇരട്ടവേഷത്തിൽ ആ കുട്ടി അഭിനയിക്കുന്നു. ആ കുട്ടിക്ക് വേണ്ടി എഴുത്തുകാർ കഥകൾ ഉണ്ടാക്കുന്നു, ആ കുട്ടിയെ നായികയാക്കുന്നു. ഇതൊക്കെ ഈ കുട്ടിക്ക് ചേരുന്ന വിശേഷമല്ലേ സൂപ്പർ സ്റ്റാർ അല്ലേ എന്നാണ് അടൂർ ബാസി ചോദിച്ചത്. മമ്മൂട്ടി എണീറ്റ് നിന്ന് കൈകൂപ്പി പറഞ്ഞു, ബാസിച്ചാറേ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ. ഞാനും പറയുന്നു, മലയാള സിനിമയിൽ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ഞാനോ മോഹൻലാലോ അല്ല, അത് ബേബി ശാലിനിയാണ്. അതേ, ഒരു യുഗം അങ്ങനെ ഉണ്ടായിരുന്നു. മലയാള സിനിമ മാത്രമല്ല മറ്റു ഭാഷകളെയും അടക്കി ഭരിച്ചിരിക്കുന്നൊരു ബേബി ശാലിനി, ഒരു ബാലനടി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അത്ഭുത ബാലിക എന്നാണ് ആ കുട്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നാലോചിക്കണം. അതൊരു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ആലോചിക്കണം. ഇവിടെ വമ്പന്മാർ ആ കുട്ടിക്ക് വേണ്ടി കാത്തിരുന്നൊരു കാലഘട്ടം. ഇനി അങ്ങനെ ഒരു കാലഘട്ടം വരുമോ? ബാസിച്ചേട്ടൻ അന്ന് പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ അല്ല എന്ന് പറഞ്ഞ ആ ഒരു പീരീഡ് കഴിഞ്ഞു. ബേബി ശാലിനി തിരികെ പോയി, പ്രായപൂർത്തിയായി, അജിത്തിൻ്റെ ഭാര്യയായി ഇപ്പോൾ ജീവിക്കുമ്പോഴും ഇപ്പോഴും മലയാള സിനിമയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് രണ്ട് പേര്. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാനുള്ളത് ഇപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ്.